Once again, all of you, welcome back to my YouTube channel. My name is Adra. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So we are discussing about CBSE class 10 students chemistry portion second chapter. അപ്പം CBSEയിൽ പഠിക്കുന്ന കുട്ടികൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹൗ ഡു ആസിഡ് ആൻഡ് ബേസസ് റിയാക്ട്സ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, ഹൗ ഡു ആസിഡ് ആൻഡ് ബേസസ് റിയാക്ട്സ് വിത്ത് ഈച്ച് അതർ. അപ്പം ആസിഡും ബേസും എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ 7th തൊട്ടേ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ആസിഡ് ബേസ് റിയാക്ട് ചെയ്യുമ്പം സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നത്. ഇതൊരു ബേസിക് കൺസെപ്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, അറിയാൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആസിഡ് റിയാക്ട്സ് വിത്ത് ബേസ് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. ഇത് ബേസിക് കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാം. Then there is one activity 2.6. ആക്ടിവിറ്റി 2.6 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യാം, sodium hydroxide. Okay, sodium hydroxide. I think all of you know the formula of sodium hydroxide. NaOH. Okay, NaOH is the formula of sodium hydroxide. NaOH is the formula of sodium hydroxide. Appa hydroxide means എന്തൊരു എക്സാമ്പിൾ ആ, ബേസ്. sodium hydroxide is an example of base. Then we need to add ഫിനോഫ്താലിൻ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് നമുക്ക് എന്തെടുക്കണം, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിനകത്ത് എന്ത് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, ഫിനോഫ്താലിൻ ആഡ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം ഫിനോഫ്താലിൻ എന്താണ്, ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആണ്. അതിനകത്ത് ബേസിനകത്തോട്ട് ഫിനോഫ്താലിൻ ആഡ് ചെയ്താൽ ഉറപ്പായിട്ടും ഈ NaOH സൊല്യൂഷൻ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, പിങ്ക് കളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇപ്പം നമ്മുടെ NaOH സൊല്യൂഷന്റെ കളർ എന്തായിട്ട് മാറിയിട്ടുണ്ട്, പിങ്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിങ്ക് മീൻസ് അതെന്താ നമുക്ക് കൺഫേം ചെയ്യാം, ബേസ് ആണെന്ന് കൺഫേം ചെയ്യാം. ഓക്കെ ആണേ. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. അതിനകത്തോട്ട് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഫിനോഫ്താലിൻ ആഡ് ചെയ്തപ്പം അത് പിങ്ക് കളറിലേക്ക് ചേഞ്ച് ആയി. ഇനി ഈ പിങ്ക് കളറിൽ ഇരിക്കുന്ന സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ഈ പിങ്ക് കളറിൽ ഇരിക്കുന്ന സൊല്യൂഷനിലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യും, ഹൈഡ്രോക്ലോറിക് ആസിഡ് മീൻസ് HCl ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, HCl ആഡ് ചെയ്യുമ്പോൾ ഈ പിങ്ക് കളർ അങ്ങ് എന്താകണം, ഡിസപ്പിയർ ആകും. ഓക്കെ, പിങ്ക് കളർ എന്തായി, ഡിസപ്പിയർ ആയി. മീൻസ് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH എന്തുമായിട്ട് റിയാക്ട് ചെയ്തു, HCl ആയിട്ട് റിയാക്ട് ചെയ്തു. ഓക്കെ, ഓൾറെഡി അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരുന്നു. അതിനകത്ത് നമ്മൾ ഫിനോഫ്താലിൻ എന്ന ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു. അപ്പൊ അത് പിങ്ക് കളറിലേക്ക് മാറി. മീൻസ് അത് ബേസ് ആണെന്ന് കൺഫേം ആയി. ഈ പിങ്ക് കളേർഡ് ആയിട്ടിരിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു, നമ്മൾ അതിനകത്തോട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. അപ്പം ആസിഡും ബേസും റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യണം, സാൾട്ട് അല്ലെ. ഇവിടുത്തെ സാൾട്ട് ഏതാണ്, സോഡിയം ക്ലോറൈഡ് പ്ലസ് എന്ത് ഫോം ചെയ്യണം, വാട്ടർ ഫോം ചെയ്യണം. അപ്പം ഈ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തപ്പം സാൾട്ട് ഫോം ചെയ്തു എന്ന് വെച്ചാൽ അത് എന്തായി മാറും, ഈ പിങ്ക് കളർ അവിടെ എന്താകണം, ഡിസപ്പിയർ ആകണം. അപ്പം റിയാക്ഷൻ എന്തായി മാറി, സാൾട്ടും വാട്ടറും ഫോം ചെയ്തു. ഇനി നമ്മൾ ഇപ്പൊ കളർലെസ് ആയിട്ടിരിക്കുകയാണെ വീണ്ടും ഇതിനകത്തോട്ട് എന്താ ആഡ് ചെയ്യുന്നു വെച്ചാല് സോഡിയം ഹൈഡ്രോക്സൈഡ് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കൊടുക്കുമ്പം അതിനകത്ത് എന്ത് വരണം, ആ പിങ്ക് കളർ റീഅപ്പിയർ ചെയ്യണം. ഓക്കെ, ആ പിങ്ക് കളർ എന്ത് ചെയ്യണം, റീഅപ്പിയർ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിനകത്തോട്ട് ഫിനോഫ്താലിൻ എന്ന ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പിങ്ക് കളർ അപ്പിയർ ആകും. Then we need to add hydrochloric acid into the solution. At that time we can observe that the pink color disappear because there is one reaction between acid and base. That one is known as neutralization. After that reaction we need to add sodium hydroxide once again to the same solution. At that time we can observe that the color reappear. Okay, ആ സമയത്ത് നമുക്ക് എന്ത് പറയാം, വീണ്ടും ആ കളർ എന്ത് ചെയ്തു, റീഅപ്പിയർ ആയി. അപ്പൊ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം, ആസിഡും ബേസും റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യും, സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്ത റിയാക്ഷൻ എന്തായിരുന്നു, സോഡിയം ഹൈഡ്രോക്സൈഡും HCl മീൻസ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമുക്ക് എന്ത് കിട്ടി, NaCl പ്ലസ് H2O മീൻസ് സോഡിയം ക്ലോറൈഡ് പ്ലസ് സാൾട്ട് എന്നൊരു സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ എന്ന പ്രോഡക്റ്റ് കിട്ടി. അപ്പൊ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത് ആസിഡും ബേസും റിയാക്ട് ചെയ്യുന്ന സമയത്തേക്ക് അവർ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ എഫക്റ്റിനെ നള്ളിഫൈ ചെയ്ത് കളയുന്നു. അപ്പം ആസിഡിനെ ബേസ് നള്ളിഫൈ ചെയ്യും, ബേസിനെ ആസിഡ് എന്ത് ചെയ്യും, നള്ളിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് എന്തായി മാറുന്നത്, ന്യൂട്രൽ ആയിട്ടുള്ള സാൾട്ടും വാട്ടറുമായിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഹൗ ഡു ആസിഡ് ആൻഡ് ബേസ് റിയാക്ട്സ് വിത്ത് ഈച്ച് അതർ എന്നുള്ള കൺസെപ്റ്റ്. ആസിഡ് പ്ലസ് ബേസ് ഗീവ് സാൾട്ട് പ്ലസ് വാട്ടർ എന്ന് പറയുന്നത്.
ആസിഡും ബേസും റിയാക്ട് ചെയ്ത് സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റിനെ എന്ത് ചെയ്യുന്നു, നള്ളിഫൈ ചെയ്ത് കളയുകയാണ് അതിൽ സംഭവിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൗ ഡു മെറ്റൽ ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് ആസിഡ്സ്. ഓക്കെ, മെറ്റൽ ഓക്സൈഡും ആസിഡുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഈ ആസിഡിന്റെ കൺസെപ്റ്റ് ഫസ്റ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന മെറ്റൽ ഓക്സൈഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സാൾട്ടും വാട്ടറും ഫോം ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആസിഡിനെ പറ്റി ബേസിക് കൺസെപ്റ്റ് കെമിസ്ട്രി ഓഫ് ആസിഡ് എന്ന ഒരു പോർഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Acid reacts with metal oxide to form salt and water. Okay, acid reacts with the metal oxide to form salt and water. ആസിഡും മെറ്റൽ ഓക്സൈഡും തങ്ങൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് സാൾട്ടും വാട്ടറുമാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നിരിക്കുന്ന വെച്ചാൽ കോപ്പർ ഓക്സൈഡ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത് കോപ്പർ ഓക്സൈഡ്. അപ്പൊ കോപ്പർ ഓക്സൈഡിനെ പറ്റി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. കോപ്പർ ഓക്സൈഡിന് എന്ത് നിറമാണ്? ബ്ലാക്ക് നിറമാണ്. ഓക്കെ, കോപ്പർ ഓക്സൈഡ് ബ്ലാക്ക് നിറമാണ്. ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യും? HCl മീൻസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യും. അപ്പം ഓൾറെഡി കോപ്പർ ഓക്സൈഡ് എന്തായി? ബ്ലാക്ക് നിറത്തിൽ. എന്തായിരുന്നല്ല, എന്ത് നിറത്തിലിരിക്കുക? ബ്ലാക്ക് ആണ് അതിന്റെ നിറം. അതിനകത്ത് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. ഇപ്പം നമുക്ക് അതിനകത്ത് എന്ത് കാണാൻ പറ്റും? ഈ ബ്ലാക്ക് നിറം അങ്ങ് ഡിസപ്പിയർ ആയിട്ട് ഒരു ബ്ലൂ ഗ്രീൻ നിറത്തിലോട്ട് അത് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബ്ലൂ നിറത്തിൽ ബ്ലൂ ഗ്രീൻ ഷെയ്ഡിലേക്ക് അത് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? കോപ്പർ ക്ലോറൈഡ്. CuCl2 പ്ലസ് എന്ത് ഫോം ചെയ്യണം? വാട്ടർ, H2O. ഓക്കെ, കോപ്പർ ക്ലോറൈഡ് പ്ലസ് എന്ത് ഫോം ചെയ്യണം? വാട്ടർ. CuCl2 പ്ലസ് H2 ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. CuCl2 പ്ലസ് H2O. ഈ CuCl2ന്റെ കളറാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞത്. ബ്ലൂ ഗ്രീൻ എന്ന് പറയുന്നത് ഈ കോപ്പർ ക്ലോറൈഡിന്റെ കളർ ആണ്. അത് അതിനകത്ത് എന്താവും? കംപ്ലീറ്റ്ലി അങ്ങ് ഡിസോൾവ് ആവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ മെറ്റൽ ഓക്സൈഡിന് എക്സാമ്പിൾ ആയിട്ട് കോപ്പർ ഓക്സൈഡ്. കോപ്പർ ഓക്സൈഡ് നമ്മൾ എന്തിനകത്ത് ഡിസോൾവ് ചെയ്യിക്കുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്ത് മിക്സ് ചെയ്യുന്ന സമയത്തേക്ക് ബ്ലാക്ക് ആയിരുന്ന കോപ്പർ ഓക്സൈഡ് കൺവേർട്ട് ചെയ്തിട്ട് ബ്ലൂ ഗ്രീൻ ഷെയ്ഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തായി മാറി? അതിന്റെ സാൾട്ട് ആയിട്ട് മാറി. മെറ്റലിന്റെ സാൾട്ട്. ഇവിടെ കോപ്പർ ഓക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കോപ്പർ ക്ലോറൈഡ് പ്ലസ് വാട്ടർ ആയിട്ട് മാറി. ആ കളർ ചേഞ്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? റിയാക്ഷൻ നടന്നു എന്ന് കൺഫേം ചെയ്യാം. ഇനി അപ്പൊ നമുക്ക് ജനറൽ ഇക്വേഷൻ പറയാലോ. മെറ്റൽ ഓക്സൈഡ്, ഇപ്പം ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ മെറ്റൽ ഓക്സൈഡ് പ്ലസ് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്തത്? ആസിഡ്. മെറ്റൽ ഓക്സൈഡ് പ്ലസ് ആസിഡ് ഗീവ്സ് എന്താ നമുക്ക് കിട്ടുന്നത്? സാൾട്ട്. ഓക്കെ, സാൾട്ട് പ്ലസ് എന്ത് വരുന്നുണ്ട്? വാട്ടർ. സാൾട്ട് പ്ലസ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് റിയാക്ഷൻ പറയാം. അപ്പൊ മെറ്റൽ ഓക്സൈഡ് പ്ലസ് സാൾട്ട് എന്ന് പറയും, മെറ്റൽ ഓക്സൈഡ് പ്ലസ് ആസിഡ് എന്ന് പറയുമ്പോൾ സാൾട്ട് പ്ലസ് വാട്ടർ ആണ് കിട്ടുന്നത്. ഇവിടെ നമ്മളെടുത്ത മെറ്റൽ ഓക്സൈഡ് കോപ്പർ ഓക്സൈഡ്, നമ്മളെടുത്ത ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ബിഫോർ ദ റിയാക്ഷൻ ദ കളർ ഓഫ് കോപ്പർ ഓക്സൈഡ് ഈസ് ബ്ലാക്ക്. ആഫ്റ്റർ ദ റിയാക്ഷൻ ദ കളർ ചേഞ്ച് ടു blue green because there is one salt, copper chloride. Then the another product is water. Then there is some more another examples regarding the topic reaction between metal oxide and acid. Okay, ഇപ്പൊ നമ്മളിവിടെ മറ്റൊരു മെറ്റൽ ഓക്സൈഡ് കൺസിഡർ ചെയ്യാണ്. സോഡിയം ഓക്സൈഡ്. സോഡിയം ഓക്സൈഡിന്റെ ഫോമിൽ എന്താണ്? Na2O പ്ലസ് എന്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്? HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പം സാൾട്ട് ആണല്ലോ ഫോം ചെയ്യേണ്ടത്. സാൾട്ട്. ഇവിടുത്തെ മെറ്റൽ ഏതാണ്? സോഡിയം. അതിന്റെ സാൾട്ട് എന്ന് പറയുമ്പോൾ സോഡിയം എന്താകണം? സോഡിയത്തിന്റെ ചാർജ് Na പ്ലസ് ആണ്. ഇപ്പം ഇതെന്താ? O മൈനസ് ആണ്. H പ്ലസ് Cl മൈനസ്. അപ്പൊ പ്ലസും മൈനസും തങ്ങളിൽ വേണം എന്ത് ചെയ്യാൻ? കമ്പൈൻ ചെയ്യാം. അപ്പൊ സോഡിയത്തിനോടൊപ്പം വരേണ്ട എന്താണ്? മൈനസ് ചാർജ് ഉള്ളതാണ് അല്ലെ. നമുക്ക് കിട്ടുന്ന സാൾട്ട് എന്താണ്? സോഡിയം ക്ലോറൈഡ്, NaCl പ്ലസ്. അനദർ പ്രോഡക്റ്റ് നമുക്കറിയാം വാട്ടർ, NaCl പ്ലസ് H2O. അപ്പം NaCl മീൻസ് എന്താ? സാൾട്ട്, നോർമൽ സാൾട്ട് ആണ്. Then next one എന്ന് പറയുന്നത് കോപ്പർ ഓക്സൈഡ്. ഓക്കെ, another reaction between copper oxide and sulfuric acid. The formula of sulfuric acid H2SO4. ഓക്കെ, അപ്പൊ നമുക്ക് കോപ്പർ എന്താണ്? മെറ്റൽ. അപ്പൊ ഈ മെറ്റലിന്റെ സാൾട്ട് ആണ് എന്ത് ചെയ്യേണ്ടത്? ഫോം ചെയ്യേണ്ടത്. അപ്പൊ കോപ്പറിന് എന്താ? പ്ലസ് ചാർജ്, SO4ന് മൈനസ് ചാർജ്. അപ്പൊ അവർ രണ്ടും കൂടെ എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണം. CuSO4 കോപ്പർ സൾഫേറ്റ് പ്ലസ് എന്ത് ഫോം ചെയ്യണം? വാട്ടർ, H2O. അപ്പൊ ഈ കോപ്പർ ഓക്സൈഡിന്റെ നിറം എന്തായിരുന്നു? ബ്ലാക്ക്. ഇപ്പം കോപ്പർ സൾഫേറ്റിന്റെ നിറം നിങ്ങൾക്ക് അറിയാം, ബ്ലൂ. ഓൾറെഡി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കോപ്പർ സൾഫേറ്റിന്റെ നിറം എന്ന് പറയുന്നത്. അതിന്റെ നിറം എന്ന് പറയുമ്പോൾ ബ്ലൂ ആണ്. അപ്പം ബ്ലാക്കിഷ് ആയിരുന്ന കോപ്പർ ഓക്സൈഡ് കൺവേർട്ട് ചെയ്ത് ബ്ലൂ നിറത്തിലുള്ള കോപ്പർ സൾഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ റിയാക്ഷൻ കോപ്പർ ഓക്സൈഡിന്റെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്.
അപ്പം ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പം സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. മീൻസ് ദേ റിയാക്ട്സ് വിത്ത് ഈച്ച് അതർ ആൻഡ് നള്ളിഫൈ ദ എഫക്ട്. അവർ രണ്ടുപേരും റിയാക്ട് ചെയ്തിട്ട് ആ ആസിഡിന്റെ എഫക്ട് ബേസും ബേസിന്റെ എഫക്ട് ആസിഡും എന്ത് ചെയ്യുന്നു, നള്ളിഫൈ ചെയ്ത് കളയുന്നു. ദാറ്റ്സ് ദ reaction between acid and base. The reaction is known as neutralization. When an acid reacts with base to form salt and water, that reaction is known as neutralization. Then second one, how do metal oxide reacts with acid? Second one എന്ന് പറയുന്നത് എന്താണ്, how do metal oxide reacts with acid? Then the general equation of metal oxide with acid gives salt plus water. The general equation of acid plus metal oxide means acid plus metal oxide gives salt plus water. There is one experiment given in your textbook regarding copper oxide plus hydrochloric acid. So in copper oxide, copper is the metal. So the product corresponding salt of metal means copper plus HCl gives copper chloride. CuCl2 plus H2O is the general equation of, it's the experiment given in your textbook. So നമ്മുടെ രണ്ട് റിയാക്ഷൻ, ആസിഡ് പ്ലസ് ബേസ് ഗീവ് സാൾട്ട് പ്ലസ് വാട്ടർ, ദെൻ മെറ്റൽ ഓക്സൈഡ് പ്ലസ് ആസിഡ് ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ. രണ്ടിടത്തും പ്രോഡക്റ്റ് ഒന്ന് തന്നെയാണ്. സോ ഞാൻ പറഞ്ഞ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.